ദാരുണ മരണം പോലും രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്ന ഹീനപ്രവർത്തനമാണ് UDFന്റേതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. അപകട മരണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി വഴിതിരിച്ചുവിടുകയാണ്. വിദ്യാർത്ഥിയുടെ മരണം അറിഞ്ഞയുടൻ നിലമ്പൂരിൽ അതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. റോഡ് ഉപരോധിച്ചും സംഘർഷത്തിന് നീക്കം നടത്തിയും കൂടുതൽ പ്രശ്നത്തിനായിരുന്നു നീക്കം. ഇതിന് പിന്നാലെ ഗൂഢശക്തികളെ കണ്ടെത്തണം. രാഷ്ട്രീയം പറയാതെ വിവാദങ്ങളുണ്ടാക്കി നേട്ടമാണ് ലക്ഷ്യം. കോൺഗ്രസുകാർ എത്രമാത്രം ഹൃദയമില്ലാത്തവരായി മാറി എന്നതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെ നിർഭാഗ്യകരമായ ദാരുണമായ ഒരു കുട്ടിയുടെ അപകട മരണത്തിൻ്റെ വളരെ ദുഃഖകരമായ പശ്ചാത്തലത്തിലാണ് കണ്ടുമുട്ടുന്നത്. നമ്മളെല്ലാം നൊമ്പരപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാ പൊതുപ്രവർത്തകരും പരമാവധി ആളുകൾ ആ വീട് സന്ദർശിക്കുകയും ആ പാവപ്പെട്ട കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം അത് പങ്കുവയ്ക്കുകയും ചെയ്യണ്ടായി. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ കോൺഗ്രസ്സുകാർ എത്രത്തോളം ഹൃദയമില്ലാത്തവരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു മരണമുണ്ടായാൽ ആ മരണത്തെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുക എന്ന ഹീനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് നടത്തിയത്. ഇതേത് തരം രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് സംശയം തോന്നും. പൊതുജീവിതം എന്ന് പറഞ്ഞാൽ ഈ നിലയിലുള്ള തെറ്റായ പ്രവർത്തന ശൈലിയുടെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ് എന്നുള്ള നിലയ്ക്കാണ് കോൺഗ്രസ്സുകാർ പെരുമാറിയത്. ഇന്നലെ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. അപ്പം തന്നെ ആദ്യം ഓടുന്നത് എവിടേക്കാണ്? റോട്ടിലേക്കാണ്. റോഡ് തടയാണ്. ആശുപത്രിക്ക് പോകുന്ന റോഡാണ് തടയുന്നത്. കുറച്ചും കൂടിയും പരിക്കുള്ള കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആ കൊണ്ടുപോകാനുള്ള റോഡാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ അക്രമപരമായിട്ടാണ് പെരുമാറുന്നത്. അക്രമോത്സുകമായ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. സംഘർഷമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത്. സംഘർഷത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നേതാക്കന്മാർ തന്നെ അവിടെ പോയി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ച് പെശകുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് തിരുത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഒരു സംഭവത്തെ ഇങ്ങനെ അതിനോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം? സംഭവം പന്നിക്കെണിയാണെന്ന് തെളിഞ്ഞു. വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വേഗത്തിൽ നിയമ നടപടികളും ഉണ്ടായി. അതിനാലാണ് കോൺഗ്രസിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞത്. ഹർത്താൽ അടക്കം ആസൂത്രണം ചെയ്ത് വലിയ സംഘർഷമായിരുന്നു കോൺഗ്രസ് ലക്ഷ്യം വെച്ചത്. അതിനാലാണ് ആശുപത്രിയിലേക്കുള്ള റോഡ് ഉപരോധിച്ചത്. വൈദ്യുതി മോഷ്ടിച്ച് കെണിയൊരുക്കി കുട്ടിയുടെ ജീവൻ കവരുവാൻ കാരണക്കാർ ഗുരുതര കുറ്റമാണ് ചെയ്തത്. ഇവരെല്ലാം കോൺഗ്രസുകാരാണെന്ന് വ്യക്തമായിട്ടുമുണ്ട്. കെണിയൊരുക്കിയ വിനീഷ് മൃഗവേട്ടയ്ക്ക് പിന്നിലും കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകളാണ്. ഈ ഗൂഢശക്തികളെ പുറത്തു കൊണ്ടുവരണം. വഴിക്കടവ് പഞ്ചായത്ത് അംഗം ഉള്ളവരുടെ പങ്കും അന്വേഷിക്കണം. കോൺഗ്രസിന്റെ ഈ അധപതനം നിലമ്പൂരിലെ വോട്ടർമാർ തിരിച്ചറിയുമെന്നും വിജയരാഘവൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി അംഗങ്ങളായ E. ജയൻ, VM ഷൌക്കത്ത് എന്നിവരും പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.